നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പതിറ്റാണ്ടുകൾ മാറി മാറി ഭരിച്ച കോൺഗ്രസും ഇടത് സർക്കാരുകളും ഇവിടെ എന്തുണ്ടാക്കി? കോടികൾ വെട്ടിച്ച് സ്വന്തം കീശ നിറച്ചു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇരു മുന്നണികളെ കൊണ്ടും സാധിച്ചില്ല. എന്നാൽ 10 വർഷം കൊണ്ട് ഭരണമെന്നതും വികസനമെന്നതും എന്താണെന്ന് മോദി സർക്കാർ കാണിച്ചു തന്നു. അതാണ് നാം കാണുന്നതും കണ്ടുവരുന്നതും. ഇരു മുന്നണികളും കേന്ദ്രത്തിലും കേരളത്തിലും മാറി മാറി ഭരിച്ചിട്ടും ബാലികേറ മല എന്ന് പ്രഖ്യാപിച്ച വികസനങ്ങളാണ് സാധ്യമാകാത്ത അടിസ്ഥാന സൗകര്യ വികസനവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വെറും 10 വർഷം കൊണ്ട് കേരളത്തിൽ സാധ്യമാക്കിയത്. ഭാവിക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ മാത്രമേ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ കഴിയൂ. നിക്ഷേപങ്ങൾ വന്നാൽ മാത്രമേ സാമ്പത്തിക മേഖലയിൽ സജീവമാവുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യൂ. ഹൈവേകൾ, തുറമുഖങ്ങൾ, റെയിൽവേകൾ, വ്യാവസായിക ഇടനാഴികൾ തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഭാവിയെ മുന്നിൽ കണ്ടൊരു കേരളത്തെ കെട്ടിപ്പടുക്കുകയായിരുന്നു NDA സർക്കാർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ 36,922 കോടി രൂപ കേരളത്തിന്റെ ദേശീയപാത വികസനത്തിന് മാത്രം ചെലവഴിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരം നിരവധി ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. മോദി സർക്കാരിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് റോഡ് വികസനത്തിൽ കേരളത്തിന്റെ തലവര മാറ്റിയത്. വിഴിഞ്ഞത്തെ സാക്ഷാത്കാരത്തിൽ എത്തിച്ചതും മോദി സർക്കാരാണ്. തുറമുഖത്തിന് ആവശ്യമായ വിവിധ തരത്തിലുള്ള നിർമ്മാണ അനുമതികൾ, നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുള്ള സഹായം, നിയമങ്ങളിൽ അത്യാവശ്യമായ ഭേദഗതികൾ, വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നിവയെല്ലാം കേന്ദ്രം നൽകി. വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെയുള്ള ഭൂഗർഭ വികസന ലൈൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളും പുരോഗമിക്കുകയാണ്. ഇതെല്ലാം കേന്ദ്രം നൽകുമ്പോഴും സംസ്ഥാന സർക്കാർ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചത്ത് കയറുന്നതാണ് പതിവ്. തമ്മിൽ കുത്തിയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചും കേന്ദ്രം കൊണ്ടുവരുന്ന വികസനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ അതിൽ നിന്നും കൊള്ളയടിക്കാം എന്നാണ് പിണറായി സർക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും സംസ്ഥാനത്തിനെ കൊണ്ട് തടയാൻ പറ്റാത്തത് കൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ UDFും LDFും മത്സരത്തിലാണ്. BJPക്ക് മത്സരിക്കേണ്ട കാര്യമില്ല. കാരണം BJP ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.